ഇന്ന് കർണാടകത്തിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായുള്ള അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങും എത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ തെരച്ചിൽ വീണ്ടും നീണ്ടുപോകുമെന്നാണ് അവിടെ നിന്ന് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. ഈ മാസം 22-ന് മാത്രമേ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ട്രഡ്ജർ എത്തിക്കാൻ കഴിയൂ എന്നാണ് ട്രഡ്ജിങ് കമ്പനിയുടെ പ്രതികരണം. ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴയാണ് മറ്റൊരു വെല്ലുവിളി. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഗംഗാവാലിയിൽ മഴ ഇന്ന് ഇടയ്ക്കിടെ കുറച്ച് കുറവുണ്ടായിരുന്നു, അടിയൊഴുക്കും കുറവുണ്ടായിരുന്നു. കാലാവസ്ഥ കുറച്ച് അനുകൂലമാണോ എന്ന് ചോദിച്ചാലാണ്. എന്നാൽ ഇടയ്ക്കിടെ മഴയുണ്ട് താനും. ഷിരൂരിൽ നിന്ന് ഈ റിപ്പോർട്ട്. ആഴങ്ങളിൽ കണ്ടെത്തിയ അടയാള സൂചനകളുടെ ചുവട് പിടിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത്. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ലോറിയുണ്ടോ എന്ന് ഉറപ്പിക്കാനായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ഈശ്വർ മാൽപ്പയ്ക്കും നേവിക്കുമൊപ്പം NDRFന്റെ 2 ഡൈവർമാരും ഇന്ന് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. എന്നാൽ പുഴയുടെ അടിത്തട്ടിലെ കാഴ്ചാപരിമിതിയും മൺകൂനയും ദൗത്യത്തിന് വീണ്ടും വെല്ലുവിളിയായി. ഈ വെള്ളത്തിൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു നിരാശയായി. എന്ന് പറഞ്ഞാൽ ഈ കീഴെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ഫിഷ് കിട്ടില്ല, വെള്ളമെല്ലാം റെഡായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തേടുന്ന സമയത്തിൽ 3 കമ്പി പീസ് കിട്ടി, അത് 3 ബണ്ണിൻ്റെ. ദൗത്യത്തിന് വെല്ലുവിളിയായി വീണ്ടും മഴയെത്തി. ഒപ്പം രൗദ്രഭാവം വീണ്ടെടുത്ത് ഗംഗാവലിയിൽ കുത്തൊഴുക്കും. മാർക്ക് ചെയ്ത സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാൻ തിങ്കളാഴ്ചയോടെ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡ്രഡ്ജർ എത്താൻ കുറഞ്ഞത് 5 ദിവസമെങ്കിലും എടുക്കുമെന്ന് കാരവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. No, we have to give him minimum 10 days work because we have to, that may be required for 3 days, but we have to remove that island also because the river should not take diversion from this roadside. Again, it should not collapse. ഷിരൂരിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ദൗത്യത്തിന് തടസ്സമാകുമോ എന്ന ആശങ്കയിലാണ് ദൗത്യസംഘം. ടീം 24 ഷിരൂർ.